ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇപ്പം ക്രിസ്ത്യൻസിനൊക്കെ നൊയമ്പ് സീസണാണ് അല്ലേ? ഈ നൊയമ്പ് സീസണിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഇണ്ടേറിയപ്പം. ഇണ്ടേറിയപ്പം ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഇണ്ടേറിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഗങ്ങളിൽ ആൾക്കാർ ഈ 50 നൊയമ്പിൻ്റെ സമയത്ത് 25 നൊയമ്പ് ആവുമ്പോൾ 25ാമത്തെ ദിവസം ആകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഈ ഇണ്ടേറിയപ്പം എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ 50 നൊയമ്പിൻ്റെ സമയത്ത് 25ാമത്തെ ദിവസം ഇണ്ടേറിയപ്പം ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അത് ഓരോ പ്രദേശത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ ഫുഡും ഓരോ റെസിപ്പി. അപ്പം ഞാൻ 2 രീതിയിലാണ് ഈ ഇണ്ടേറിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുവാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാണ്. വിശദമായി കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങാക്കൊത്താണ് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് വറുത്ത് കോരുവാണ് ഇതിനകത്ത് ഇട്ടിട്ട്. അപ്പം അതിനകത്ത് ഞാൻ ഇടുവാണ്. എന്നിട്ട് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പം നന്നായിട്ട് ഈ തേങ്ങ മൂത്ത് വരണേണ്ട മണം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് വരുന്നത്. ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളറായി. ഇനി അധികം ആക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത് നെക്സ്റ്റ് ഞാൻ വീണ്ടും എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കൂടത്തിൽ തന്നെ 2 തണ്ട് കറിവേപ്പില നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറിക്കൊക്കെ വാട്ടുന്ന പോലെ നന്നായിട്ട് ഈ ഉള്ളി വാട്ടിയെടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. സവോള ഇതിനകത്ത് നമ്മൾ ചേർക്കത്തില്ല. ഈ 15 ഉള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്കിപ്പോൾ 8 ഉള്ളിയോ 10 ഉള്ളിയോ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഉള്ളി ചേർക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ ഇണ്ടേറിയപ്പത്തിന്. ഇപ്പോൾ നന്നായിട്ട് ചെറിയുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇതിലേക്കൊരു നുള്ളുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് സോനാ മസൂരിയുടെ ഇഡ്ഡലി റൈസാണ്. 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിയും ചേർക്കാം. പച്ചരി 1.5 കപ്പ് നമുക്ക് ചേർക്കാം. അപ്പം ഞാനിതൊരു 5 മണിക്കൂർ കുതിർത്തിയിട്ട് വെച്ചിട്ടുള്ള ആയിരുന്നു. അത് ഇതിലേക്ക് ഞാൻ ചേർക്കുവാണ്. പിന്നെ ചേർക്കുന്നത് ഉഴുന്നാണ്. അപ്പം ഞാനിവിടെ 3/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഈ 3/4 കപ്പ് ഉഴുന്ന് ഞാനിതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളത്, ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. അതും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ വറുത്തത് ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും വറുത്തെടുത്തതും ഇതിലേക്ക് നമ്മൾ ചേർക്കുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം.
ഇതാണ് നമ്മുടെ ഇണ്ടിയറപ്പത്തിൻ്റെ ബാറ്റർ. ഇനി നമ്മൾ ഇതിന് മാവ്, ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇണ്ടിയറപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 രീതിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ പാൻ എടുത്ത് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വെച്ച്, ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഞാൻ ഇതിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഒന്നാമത്തെ രീതി. അപ്പം ഞാൻ അതിലേക്ക് മാവ് ഒഴിക്കുവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പകുതി വരെ നമ്മൾ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി മാവ് ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകത്തുമില്ല. കാരണം അത് പെട്ടെന്ന് വേവാനായിട്ട് പാടായിരിക്കും. അപ്പം നമ്മൾ പകുതി ഒഴിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇതിൻ്റെ തട്ടിൻ്റെ മേലയിൽ ഞാൻ വെക്കുവാണ്. നമ്മൾ ഇന്ന് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, അതേപോലെ തന്നെ വേവത്തുമില്ല. അപ്പം ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നോക്കാം ഇത് വെന്തോന്നുള്ളത്. ഞാൻ ഇതുപോലത്തെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. നടുക്കിൽ വേണം കുത്താനായിട്ട്. ഒട്ടി വരുന്നില്ല, കണ്ടോ, ഒട്ടി വരുന്നില്ല. അപ്പം അതിനർത്ഥം ഇത് വെന്തൂന്നാണ്. കണ്ടത് ഇവിടെയൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തൂന്നാണ്. ഇനി നന്നായിട്ട് ഇന്ന് ഓഫ് ചെയ്യുക. ഇനി കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇണ്ടിയറപ്പം ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കുവാണ് ഈ പാത്രം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഇണ്ടിയറപ്പം വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് രീതി എന്ന് പറഞ്ഞത്, ഇതുപോലെ ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇണ്ടിയറപ്പം ഞാൻ ഒഴിക്കുവാണ്. ശരിക്കും നമ്മൾ ദോശയുടെ മാവ് കോരി വീത്തുന്ന പോലെ നമ്മളിത് കോരി വീത്തണം. പക്ഷെ കുറച്ചുകൂടി കട്ടിയിൽ വേണം കോരി വീത്താനായിട്ട്. അപ്പം ഞാനിത് ഒഴിക്കുവാണ്. ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ഒരു കവർ ചെയ്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത് ഏകദേശം കുക്കായി എന്ന് തോന്നുന്നു. നമ്മൾ പയ്യെ തിരിച്ചിടണം. ഇത് പയ്യെ തിരിച്ചിട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് ആ മേൽഭാഗം ഒന്ന് വേവാനായിട്ട് കുറച്ച് നേരം കൂടിയും നമ്മൾ അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. അന്നേരം അതിൻ്റെ താഴ്ഭാഗം ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പം എൻ്റെ താഴ്ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഇണ്ടിയറപ്പം. അങ്ങനെ നമ്മുടെ ഇണ്ടിയറപ്പം ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ ഇണ്ടിയറപ്പം. 2 രീതിയിലാണ് നമുക്ക് ഈ ഇണ്ടിയറപ്പം ഉണ്ടാക്കാവുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇതാണ്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നതും പിന്നെ ഈ കാണിക്കുന്നത് ചുട്ടെടുത്തതുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.